ഹായ്, റുമൈസ ഹിയർ. ഏതൊരു വർക്കും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിന്റെ ബേസ് അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ നന്നായിരിക്കണം അല്ലേ? അതുപോലെ തന്നെയാണ് എംബ്രോയിഡറി വർക്ക് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും അട്രാക്റ്റീവ് ആയിട്ടും അങ്ങനെ എൻഹാൻസ്ഡ് ആയിട്ടും തോന്നിക്കൊള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. കോട്ടൺ, ലിനൻ, ഡ്രീൽ, പോപ്പ് അങ്ങനെ ഓരോന്നും മാറി മാറി പരീക്ഷിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഓർഡർ ചെയ്ത് വരുന്ന ഫാബ്രിക്കിന്റെ തിക്നെസ്സും ഷെയ്ഡും ടെക്സ്ചറും വീവും അങ്ങനെ ഒക്കെ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അത് നമ്മളെ വല്ലാതെ ഡിസ്കംഫർട്ട് ആകും. അപ്പോഴാണ് ഞാൻ ത്രെഡ് ഷോപ്പിൽ നിന്ന് സുച്ചി പ്രീമിയം കേസ്മെന്റ് വാങ്ങിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അതിനുശേഷം എനിക്ക് വേറൊരു ഫാബ്രിക്കും തരേണ്ടി വന്നിട്ടില്ല. അത്രയ്ക്ക് കംഫർട്ടബിൾ ആണ് അതിൽ സ്റ്റിച്ച്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് അവർ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിക്കുന്ന ഒരു ഫാബ്രിക്കാണിത്. അതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റിയിൽ അവർ ഒരു കോംപ്രമൈസും വരുത്തുന്നില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു വിഷമം എന്ന് പറയുന്നത് വേറെ കളേഴ്സ് ഒന്നും അവൈലബിൾ അല്ല എന്നുള്ളതായിരുന്നു. ഇപ്പൊ ആ പ്രശ്നവും സോൾവ് ആയി. അപ്പോ സുച്ചി കേസ്മെന്റിന്റെ പുതിയൊരു ഷെയ്ഡും കൂടി വന്നിട്ടുണ്ട്. ഇതാണ് ആ സാധനം. നമുക്ക് പൊട്ടിച്ചു നോക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചിക്കു ഷെയ്ഡിലുള്ള ഫാബ്രിക് ആണ്. സെയിം ക്വാളിറ്റിയും സെയിം തിക്നെസ്സും സെയിം ടെക്സ്ചറും ഒക്കെയാണ്. ഭയങ്കര സോഫ്റ്റ് ആണ്. അങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ഒന്നും ആവണില്ല. സുച്ചിയുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഈ ഫാബ്രിക്കും വന്നിട്ടുള്ളത്. കണ്ടിട്ട് ഇപ്പൊ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ തോന്നുന്നു. അപ്പൊ ഞാൻ വേഗം പോയി സ്റ്റിച്ച് ചെയ്യട്ടെ. അടുത്ത വീഡിയോയിൽ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാട്ടോ.